ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹണി. ഇന്ന് നമുക്കൊരു ആശാളി പാല് തയ്യാറാക്കില്ല. ആശാളി വിത്ത് അഥവാ ഹാലിം സീഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഞാനൊരു 3 സ്പൂൺ അളവിൽ ആശാളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊരു ഓവർ നൈറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ തന്നെ ഇതാണെങ്കിൽ നമ്മുടെ ഫ്ലാക്സ് സീഡൊക്കെ നമ്മൾ കുതിർക്കാൻ വെക്കില്ലേ, അതേ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കിട്ടുക. ഒരു ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒരു ജെല്ല് ഫോമിലായിരിക്കും നമുക്കിത് ഉണ്ടാവുക. നമ്മൾ ആശാളി പാല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയാണ് ചേർക്കുന്നത്, അതായത് തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. തേങ്ങാ ചിരകിയതിലോട്ട് കുറച്ച് ജീരകവും അതുപോലെ തന്നെ ഒരു ഏലക്കായും എടുത്ത് ഇത് മൂന്നും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ആശാളി പാല് കുടിക്കുന്നത് വഴി നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടും എല്ലിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ പല്ലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഒത്തിരി നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് ഇത് സഹായിക്കും. അതുമാത്രമല്ല മുടികൊഴിച്ചിൽ നിയന്ത്രിക്കാനായിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഒത്തിരി നല്ലതാണ്. നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന ആശാളിയിലോട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യത്തിന് കരിപ്പട്ടി ചക്കര ചേർത്ത് കൊടുക്കാം. ഈ ഒരു ആശാളിപ്പാല് കുടിക്കുന്നത് വഴി സ്ത്രീകൾക്ക് ആർത്തവ ക്രമക്കേടുകൾ മാറാനായിട്ടും അതുപോലെ അമിതമായിട്ടുണ്ടാകുന്ന രക്തസ്രാവം, വയറുവേദന ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. PCOD ഉള്ളവർക്ക് നല്ല റിസൾട്ടാണ് തരുന്നത്. മാത്രമല്ല പ്രസവാനന്തരം മുലപ്പാൽ വർധനയ്ക്ക് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ആശാളി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഇത് ഒന്ന് വേവിച്ചെടുത്താൽ മതിയേ. അമിതവണ്ണത്തെയും കൊളസ്ട്രോളിനെയും കുറയ്ക്കാനായിട്ടും ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ. ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാനായിട്ടും അതുപോലെയാണെങ്കിൽ മെൻ്റൽ ഹെൽത്തിനും ഒക്കെ ഒത്തിരി നല്ലതാണ് ഈ ആശാളി പാല്. സ്ത്രീകളിൽ സാധാരണ കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾക്ക് അതിൻ്റെ റിസ്ക് കുറയാനായിട്ട് ഒത്തിരി നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഈ ഒരു ആശാളി പാല് കുടിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ കർക്കിടക കഞ്ഞിയിലും നോമ്പ് കഞ്ഞിയിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ആശാളി. ആശാളി എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞൻ വിത്ത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നത് ഒരു പരിധി വരെ ജീവിതശൈലി രോഗങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തൈറോയിഡ് ഉള്ളവർക്ക് നല്ല റിസൾട്ടാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും